ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി ഉയർത്തിയതിന് തിരുക്കുമാരനും അമ്മയ്ക്കും നന്ദി പറയുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞത്. എൻ്റെ പേര് ജെൻസി അഗസ്റ്റിൻ. ഞാൻ കൊടകര, തൃശ്ശൂർ ജില്ലയിലെ കൊടകര സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. ഞാൻ ഒരു നേഴ്സായാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂറോപ്യൻ നാടുകളിൽ പോയി ജോലി ചെയ്യണമെന്ന്. ഞാൻ 2015 മുതൽ വളരെയേറെ പ്രാവശ്യം OET ട്രൈ ചെയ്തിരുന്നു. എന്നാൽ എനിക്കതിൽ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. ഒടുവിൽ ഞാൻ മാതാവിൻ്റെ കരുണയാൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് OET കിട്ടുകയും അയർലൻഡ് സ്കോർ ലഭിക്കുകയും ചെയ്തു. അയർലൻഡിൽ ജോലി കിട്ടുവാൻ ബുദ്ധിമുട്ടായിരുന്ന ഈ സാഹചര്യത്തിൽ ദേവമാതാവിൻ്റെ കരുണയാൽ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ലഭിക്കുകയും 8 മാസമായി ഞാനിപ്പോൾ അവിടെ ജോലി ചെയ്യുകയാണ്. അവിടെ ഫാമിലിയെ കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവും എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ഒരു ഭവനവും മാതാവ് ഒരുക്കി തന്നു. അതുപോലെ തന്നെ ഞങ്ങൾ നാട്ടിലൊരു ഭവനം പണിയുവാൻ 10 വർഷത്തിലധികമായി പണി തുടങ്ങിയിരുന്നു. പക്ഷേ പണി പൂർത്തിയാക്കുവാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടുകൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി കഴിഞ്ഞ ഒക്ടോബറിൽ വന്ന് ഇവിടെ എടുത്തിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഭവനം പണി തീർക്കുകയും കഴിഞ്ഞ 3 മാസം മുമ്പ് അടുത്ത 1 വർഷമാകുമ്പോഴേക്കും ഞങ്ങളുടെ ഭവനം പണി തീർന്ന് ഞങ്ങൾക്ക് അതിൽ താമസമാക്കുവാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ 3 മാസം മുമ്പ് എൻ്റെ അമ്മ പെട്ടെന്ന് വീഴുകയും കിടപ്പിലായി പോവുകയും ചെയ്തിരുന്നു. അമ്മയ്ക്ക് തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് വെള്ളത്തിൽ കുളിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി ഇപ്പം അമ്മയുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യുവാൻ തുടങ്ങി. ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആദ്യം ചെന്നപ്പോൾ എനിക്ക് അവിടെ അയർലൻഡിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ അവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ സാധിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി യൂട്യൂബിൽ വരുന്ന സാക്ഷ്യങ്ങൾ പരമാവധി കാണുകയും ഈ ക്രിസ്തുവിനെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും അറിയുന്നവർക്ക് വീണ്ടും നമ്മുടെ കൃപാസന മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അതുപോലെ ദശാംശമായി എൻ്റെ സാലറിയുടെ ഒരു പങ്ക് എല്ലായ്പ്പോഴും ഞാൻ അവർക്ക് മറ്റുള്ളവർക്കായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. കുർബാനയിലും കുംസാരവും എല്ലാം മുടക്കാതെ പരമാവധി കുർബാനയിൽ പങ്കെടുക്കുവാനും പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ കൊന്തയും മറ്റുള്ളവർ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും അത് മറന്നു പോകാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയേറെ ചെറുതും വലുതുമായ 1000 അനുഗ്രഹങ്ങൾ നൽകിയ ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11-12 വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവം നമുക്ക് കാവൽ നിൽക്കുന്നു. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കണ്ണിൻ മുൻപിലാണ്. വീഴാതിരിക്കാൻ ദൈവം നമ്മെ കൈകളിൽ ചുമക്കുന്നതായിട്ടാണ് ഓരോ ഉടമ്പടി മക്കളും വരുന്ന സാക്ഷ്യത്തിൽ നമ്മൾ കേൾക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ എല്ലാ വഴികളിലും, അതായത് സന്തോഷത്തിൻ്റെയും വഴികളിലും കഷ്ടതകളുടെ വഴികളിലും ദൈവം കാവൽ നിൽക്കുന്ന, നമ്മുടെ കല്ലിൽ തട്ടാതിരിക്കേണ്ടതിന് കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. അങ്ങനെ ഉള്ള ഒരു സാക്ഷ്യമാണ് ജെൻസി അഗസ്റ്റിൻ എന്ന മകൾ നമ്മളോടിപ്പോൾ പങ്കുവച്ചത്. 10 വർഷത്തോളം OET എഴുതാനായിട്ട് ട്രൈ ചെയ്തു. അത് പാസ്സായി. ഓൺലൈൻ വഴിയാണ് ആദ്യം ഈ മകൾ കൃപാസനത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീടാണ് ഉടമ്പടി എടുത്ത് ഈ മകൾ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. ഉടമ്പടി എടുത്ത ഉടനെയാണ് ഈ മകൾ OET എക്സാം പാസ്സാകാൻ സാധിച്ചത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചും ഈശോയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചാണ് ഈ മകൾ OET എക്സാം ലാസ്റ്റായിട്ട് എഴുതാൻ പോയത്. അങ്ങനെയാണ് OET എക്സാം പാസ്സായത്. പിന്നെയുള്ള ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഈ മകൾ ഭക്തിയോടെ വിശ്വാസത്തോടെ ഉടമ്പടി എടുത്ത് ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ച് ആ ഇൻ്റർവ്യൂവിന് പോവുകയും ചെയ്തത്. അങ്ങനെയാണ് ആ ജോലി കിട്ടിയത്. 10 വർഷത്തോളവും പണി തീരാതിരുന്ന ഒരു ഭവനമാണ് ഉടമ്പടി എടുത്ത ഉടനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു നല്ല ഭവനം നൽകി ഇവരെ അനുഗ്രഹിച്ചത്. പിന്നെ ഓരോ രോഗാവസ്ഥയിലും ഇവർ ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചിരുന്നത്. അമ്മയ്ക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ അസുഖത്തിനും
ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചെന്നാണ് ഈ മകൾ എന്നോട് ഷെയർ ചെയ്തത്. ഇതാണ് നമ്മൾ പറയണത്, ഓരോ വഴികളിൽ നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉടമ്പടി മക്കൾ തളരാതെ മുന്നോട്ട് പോയി നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ കാവൽക്കാരായുണ്ട്. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിൽ കൂടിയാണ് നമ്മെ നയിക്കുന്നത്. ആ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നത്. നമുക്കും ഈ സന്നിധിയിൽ നിന്ന് ഈശോയിലും അമ്മയിലും നമ്മുടെ സുരക്ഷയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.